പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം കുറ്റപത്രം സമർപ്പിച്ചു. വെടിക്കെട്ട് നടത്തിയവരും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും പ്രതികളാണ്. ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തിട്ടില്ല. 52 പേരാണ് പ്രതികളെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, കേരളത്തെ ഞെട്ടിച്ച ദുരന്തമായിരുന്നു, അതിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിലെ വിശദാംശങ്ങൾ? 2016 ഏപ്രിലാണ് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നടന്നത്. 114 പേർ ഈ അപകടത്തിൽ മരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ CBI അന്വേഷണത്തിന് നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും പിന്നീട് സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് പോവുകയായിരുന്നു. ദീർഘനാളത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് വെടിക്കെട്ട് നടത്തിയവരും ക്ഷേത്ര ഭരണ സമിതിയുമാണ് കുറ്റക്കാർ എന്ന നിലയിലാണ്. ഉദ്യോഗസ്ഥരെ ആരെയും തന്നെ ഇതിൽ പ്രതി ചേർത്തിട്ടില്ല. 52 പേരാണ് പ്രതികളായുള്ളത്. മറ്റ് കാര്യങ്ങൾ ഈ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെയാണ്: അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ടും അളവിൽ കൂടുതൽ വെടിമരുന്ന് ശേഖരിച്ചു, ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചു, സംഘാടകരും വെടിക്കെട്ടുകാരും മാത്രമാണ് കുറ്റക്കാർ. ഈ നിലയിലാണ് ഇതിന്റെ ഒരു സംക്ഷിപ്ത രൂപമായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പിന്നീട് ഉദ്യോഗസ്ഥ തലത്തിൽ പോലും തർക്കമുണ്ടായതാണ്. പോലീസും റവന്യൂ വകുപ്പും തമ്മിലുള്ള തർക്കത്തിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്ന ഒരു നിലയുണ്ടായിരുന്നു. ഏതായിരുന്നാലും ഈ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ ആദ്യഘട്ടം മുതൽ ഉയർന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ്. 2 വിഭാഗം വെടിക്കെട്ട് സംഘങ്ങൾ തമ്മിലുള്ള മത്സര പരിപാടിയായിരുന്നു. അവിടെ അളവിൽ കൂടുതൽ വെടിമരുന്ന് ശേഖരിച്ചു എന്ന് തന്നെ ഉദ്യോഗസ്ഥർ പറയുകയും അത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചതും നേരത്തെ തന്നെ ഉയർന്നു വന്ന വസ്തുതയാണ്. അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കുറ്റപത്രത്തിലും കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. CPM CPI നേതാക്കളുമായി തിരുവനന്തപുരത്ത് ചർച്ച നടത്തി ജോസ് കെ മാണി. മുന്നണി പ്രവേശനം ഉടനെന്ന് AKG സെന്ററിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി പ്രവേശനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേരള കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അതാണെന്നും ജോസ് കെ മാണി. യമൻ സ്മാരകത്തിലെത്തി കാനം രാജേന്ദ്രനുമായി ചർച്ച നടത്തി ജോസ് കെ മാണി. CPIയുടെ എതിർപ്പുകൾ അടഞ്ഞ അധ്യായമെന്ന് ജോസ്. ഭാവി പരിപാടികൾ മുന്നണിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി. ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പ്രവേശനത്തിൽ തലസ്ഥാനത്ത് നിർണായക ചർച്ചകൾ. വിഷയം ചർച്ച ചെയ്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ജോസ് കെ മാണിയുടെ വരവ് ഇടതുപക്ഷത്തിന്റെ ജനകീയ അടിത്തറ വിപുലമാക്കുമെന്ന് CPM സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. കാനം രാജേന്ദ്രനുമായി മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണനും ചർച്ച നടത്തും. കാഞ്ഞിരപ്പള്ളി സീറ്റ് ജോസ് പക്ഷത്തിന് വിട്ടുകൊടുക്കുന്നതിൽ CPIക്ക് എതിർപ്പ്. നിലപാട് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ച് കോട്ടയം ജില്ലാ നേതൃത്വം. കാഞ്ഞിരപ്പള്ളി സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ച് കേരള കോൺഗ്രസ് ജോസ് വിഭാഗം. KM മാണിയെ ഏറ്റവും അപമാനിച്ചത് CPM ആണെന്നും ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മറവി രോഗമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മാണിയെ ക്രൂശിച്ചത് ഇടതുപക്ഷമാണ്. കോൺഗ്രസ് മാണിയെ എങ്ങനെ ദ്രോഹിച്ചുവെന്ന് പിണറായി പറയണമെന്നും ചെന്നിത്തല. ജോസ് കെ മാണി വിഷയത്തിൽ UDF നേതൃത്വത്തിനെതിരെ വീണ്ടും K മുരളീധരൻ. UDFന്റെ വീഴ്ചയാണ് ഘടകകക്ഷികൾ വിട്ടുപോകാൻ കാരണം. ഘടകകക്ഷികൾ വിട്ടുപോകുന്നത് ആത്മവീര്യം തകർക്കും. പോയവരെ തിരികെ കൊണ്ടുവരണമെന്നും മുരളീധരൻ. ആരെയും പറഞ്ഞുവിടുന്ന സമീപനം കോൺഗ്രസിനില്ലെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. K കരുണാകരനും K മുരളീധരനും പാർട്ടി വിട്ടുപോയപ്പോൾ തിരികെ കൊണ്ടുവന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ജോസ് കെ മാണി വിഷയം ചർച്ച ചെയ്ത രാഷ്ട്രീയകാര്യ സമിതിയിൽ ആദ്യ അവസാനം പങ്കെടുത്ത വ്യക്തിയാണ് K മുരളീധരൻ. മുരളി പാർട്ടി വിരുദ്ധമായി എന്തെങ്കിലും പറഞ്ഞതായി കരുതുന്നില്ല എന്നും മുല്ലപ്പള്ളി. ഘടകകക്ഷികൾ UDF വിട്ടത് നേതൃത്വത്തിന്റെ വീഴ്ചയാണെന്ന K മുരളീധരന്റെ ആരോപണം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. ഏതെങ്കിലും ഒരു കക്ഷി ഇടതുമുന്നണിയിൽ ചേർന്നാൽ ഓക്സിജൻ കിട്ടിയെന്ന മട്ടിലാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. എന്നാൽ ഓക്സിജൻ കിട്ടിയിട്ടില്ല എന്ന് പിന്നീട് ബോധ്യമാകും. നേതാക്കൾ മാത്രമാണ് പോയതെന്നും അണികൾ UDFനൊപ്പം നിൽക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. അവിശ്വാസ പ്രമേയത്തിൽ വിപ്പ് ലംഘിച്ചെന്ന റോഷി അഗസ്റ്റിന്റെ പരാതിയിൽ PJ ജോസഫിനും മോൻസ് ജോസഫിനും സ്പീക്കറുടെ നോട്ടീസ്. എന്തുകൊണ്ട് വിപ്പ് അംഗീകരിച്ചില്ല എന്ന് വിശദീകരിക്കണമെന്ന ആവശ്യം. നടപടിക്ക് ജോസ് വിഭാഗത്തിന്റെ മുന്നണി മാറ്റവുമായി ബന്ധമില്ലെന്ന് സ്പീക്കർ. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ആവർത്തിച്ച NCP. പാലാ സീറ്റ് ആർക്കും വിട്ടു നൽകില്ലെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരൻ. കഴിഞ്ഞ തവണ മത്സരിച്ച മണ്ഡലങ്ങളിൽ NCP മത്സരിക്കും. പാലാ വിട്ടുകൊടുക്കണമെന്ന് CPM ആവശ്യപ്പെടുമെന്ന് കരുതുന്നില്ല എന്നും TP പീതാംബരൻ. അടിയന്തര നേതൃയോഗം ചേർന്ന NCP. കൊച്ചിയിൽ നടക്കുന്ന യോഗത്തിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്നു. മുന്നണി പ്രവേശനത്തിന് ഉപാധിയായി ജോസ് പക്ഷം മുന്നോട്ടുവെച്ച പാലാ സീറ്റിന്റെ കാര്യത്തിൽ വിശദമായ ചർച്ച.
ഏതെങ്കിലും ഒരു പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നം മുതലെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കില്ലെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സാഹചര്യമനുസരിച്ച് മാണി സി കാപ്പന്റെ കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും. അധാർമിക രാഷ്ട്രീയത്തിന്റെ തലപ്പത്തിരിക്കുന്നയാളാണ് പിണറായി വിജയനെന്നും മുല്ലപ്പള്ളി. കേരള കോൺഗ്രസ് എം ജോസ് വിഭാഗം പ്രതിനിധി പ്രസിഡന്റായുള്ള കോട്ടയം ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി കോൺഗ്രസ് ബഹിഷ്കരിച്ചു. വൈസ് പ്രസിഡന്റ് അടക്കമുള്ള കോൺഗ്രസ് അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചത് കേരള കോൺഗ്രസ് എം ജോസ് വിഭാഗം LDFിൽ ചേരുന്നതിനെ തുടർന്ന്. പൊതുമരാമത്ത് വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷന്മാരും യോഗത്തിൽ പങ്കെടുത്തില്ല. ബഹിഷ്കരണം സംബന്ധിച്ച് ആരും അറിയിപ്പ് തന്നിട്ടില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കളത്തുങ്കൽ. വ്യക്തിപരമായ കാരണങ്ങളാലാണ് യോഗത്തിൽ എത്താത്തതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഭരണസമിതിയുടെ കാലാവധി അവശേഷിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നയപരമായ പല കാര്യങ്ങളും സംബന്ധിച്ച് നിലപാടെടുക്കേണ്ട കമ്മിറ്റിയാണ് നടക്കുന്നതെന്നും പ്രസിഡന്റ്. ജോസ് കെ മാണി LDF ബന്ധം പ്രതിരോധിക്കാനുള്ള ഒരുക്കത്തിൽ കോട്ടയത്തെ കോൺഗ്രസ്. CPM ജോസ് ബന്ധത്തിലെ അധാർമികത തുറന്നു കാട്ടാൻ നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വോട്ടുകൾ ചോരില്ല എന്ന് ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ്. ജില്ലയിലൊട്ടാകെയുള്ള സംഘടനാ സംവിധാനത്തിൽ കോൺഗ്രസിന് പ്രതീക്ഷ. ഇടതുമുന്നണി നേരിടുന്ന വെല്ലുവിളികളും തുണയാകുമെന്ന് വിലയിരുത്തൽ. CPM മോഹങ്ങൾ പൂവണിയില്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഒഴിവ് വന്ന സീറ്റുകളിൽ കോൺഗ്രസ് നേരിട്ട് മത്സരിക്കണമെന്ന് നേതാക്കൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന സമയത്ത് ഇതിനുള്ള നീക്കങ്ങൾ നടക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വന്നാൽ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും വോട്ട് നേടാമെന്നും കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. റോഷി അഗസ്റ്റിൻ MLAയുടെ രാജി ആവശ്യപ്പെട്ട് UDF ഇടുക്കി ജില്ലാ നേതൃത്വം. UDF വോട്ടുകൾ നേടി വിജയിച്ച റോഷി അഗസ്റ്റിന് LDF MLA ആയി തുടരാൻ ധാർമ്മികാവകാശമില്ലെന്ന് നേതാക്കൾ. രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുമെന്ന് UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് S അശോകൻ. മണ്ഡലത്തിൽ മുന്നണി ബന്ധങ്ങൾക്കപ്പുറമാണ് ബന്ധങ്ങളെന്ന് റോഷി അഗസ്റ്റിൻ MLA. മണ്ഡലത്തിൽ ഉള്ളവരോട് ഹൃദയബന്ധമാണുള്ളത്. മുഴുവൻ ഇടുക്കിക്കാരും കൂടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും റോഷി അഗസ്റ്റിൻ. ലാവലിൻ കേസിലെ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത് 2 ഹർജികൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പ്രതിപട്ടികയിലുള്ള മുഴുവൻ പേരെയും വിചാരണ ചെയ്യണമെന്ന CBI ഹർജിയിൽ. കുറ്റവിമുക്തരാക്കണമെന്ന 3 KECB മുൻ ഉദ്യോഗസ്ഥരുടെ ഹർജികളും ഇന്ന് സുപ്രീംകോടതിയിൽ. 2 ആഴ്ചത്തേക്ക് കേസ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് CBI. അനുബന്ധ രേഖകൾ തയ്യാറാക്കാനായില്ല. CBI നടപടിയിൽ കോടതിയിൽ നിന്ന് വിമർശനം ഉണ്ടായേക്കാം. ലൈഫ് മിഷൻ കേസിൽ അന്വേഷണവുമായി CBI മുന്നോട്ട്. യൂണിടാക് MD സന്തോഷ് ഈപ്പനെ CBI ചോദ്യം ചെയ്തു. ലൈഫ് മിഷനെതിരെയുള്ള അന്വേഷണം 2 മാസത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യൽ. CBI അന്വേഷിക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൈക്കൂലി നൽകിയോ, FCRA ചട്ടലംഘനമുണ്ടായോ എന്നീ കാര്യങ്ങളെക്കുറിച്ച്. ഇതിന്റെ ഭാഗമായി സന്തോഷ് ഈപ്പനെയും ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥരെയും CBI നേരത്തെയും ചോദ്യം ചെയ്തിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് ലൈഫ് കേസുകൾ അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി ആസൂത്രിതമായി ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തവും വിജിലൻസ് രാത്രി ഫയലുകൾ കടത്തിയതും ഇതിന്റെ ഭാഗമാണ്. ഷോർട്ട് സർക്യൂട്ട് മൂലമല്ല തീപിടുത്തമെന്ന ഫോറൻസിക് റിപ്പോർട്ട് വന്ന ശേഷം അട്ടിമറി ശ്രമം ഊർജിതമായെന്ന് ചെന്നിത്തല. ഫോറൻസിക് റിപ്പോർട്ട് വന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഒരു IG ഫോറൻസിക് മേധാവികളെ ഓഫീസിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണം. ഫോറൻസിക് റിപ്പോർട്ടിൽ പോലും സർക്കാർ ഇടപെടാൻ ശ്രമിക്കുകയാണ്. IGക്ക് എതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും ചെന്നിത്തല. സെക്രട്ടേറിയറ്റിലുണ്ടായത് സെലക്ടഡ് തീപിടുത്തമെന്നും ചെന്നിത്തല. ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ പിന്നെ എങ്ങനെ തീപിടിച്ചുവെന്ന് ചോദ്യം. ആരാണ് തീവെച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. ഫോറൻസിക് വിഭാഗം മേധാവി സ്വയം വിരമിക്കലിന് അപേക്ഷ നൽകിയത് സെക്രട്ടേറിയറ്റ് തീപിടുത്തമുണ്ടാവുന്നതിന് 2 മാസം മുമ്പാണെന്ന് പോലീസ് ആസ്ഥാനത്തിന്റെ വിശദീകരണം. ഫോറൻസിക് ലബോറട്ടറി ഡയറക്ടറുടെ മേൽ ആരും സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നും DGPയുടെ ഓഫീസ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് വിവാദ മതപ്രഭാഷകൻ സാക്കിർ നായിക്കുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കിയതോടെ മുസ്ലിം ലീഗ് പ്രതിസന്ധിയിൽ. സാക്കിർ നായിക്കിനെതിരെ നേരത്തെ ഭീകരവാദ കേസ് ചുമത്തിയപ്പോൾ പിന്തുണച്ചത് ലീഗിന് തിരിച്ചടി. വിഷയത്തിൽ ഇനി ഇടപെടൽ കരുതലോടെ വേണമെന്ന് പാർട്ടി നിലപാട്. ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് ET മുഹമ്മദ് ബഷീർ MP. ഇപ്പോൾ കേന്ദ്രമന്ത്രി V മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. Agencies are conducting investigations into various aspects of this issue. One is the gold smuggling, which initially was investigated by the customs
Then, since it was found to be linked with financing terrorism, NIA took up that case on 10th of July. And then there were many other issues that came to the fore. Another issue that came up was a contract between the UAE consulate and a builder in Kerala for construction of houses for those who lost their houses during the floods. And it came to the, before the investigating agencies that Swapna Suresh, who was accused in the gold smuggling case, had received 1 crore commission. So naturally, the Foreign Contribution Regulation Act came into the picture. CBI is inquiring into that. The Enforcement Directorate, ED, is inquiring into the money laundering aspects of the whole issue. Now, the gold smuggling, I won't say that this is the first time that gold is being smuggled or gold is being captured by in any of the airport of India or in anywhere in Kerala. But this issue that makes it distinct from other cases which has happened earlier is that this case is directly linked to the Chief Minister's office, and the Chief Minister has been changing his stand from the day the case was registered, people were caught, and till day before yesterday. Initially, the Chief Minister said that, I don't know who is this. I am not aware of that. Now he says that this lady who has been accused, number one, has visited the Chief Minister's office, Chief Minister's residence, held consultations with the Consulate General many times. In the first day when the whole issue happened, the Kerala Chief Minister wrote a letter to the Prime Minister asking that any central agency may investigate about it. He didn't specify a particular agency. But now, when the investigation went ahead, and the Enforcement Directorate in the charge sheet that was submitted to the court specifically mentioned that there are people who are influential in the government who are linked to this. There are very prominent people linked to this. The government of Kerala and the party which leads the government, they started finding fault with the agency. They started saying that this is a political vendetta. They started casting aspersions on the agencies. And during the course of the last 3 months, we have seen 2 instances wherein efforts were made to destroy the evidence. The General Administration Department of the Government of Kerala, which looks after the protocol, which looks after the discussions that the government officials of Kerala hold with other foreign entities, that protocol department had a fire on 25th of August. The ministers, including the Chief Minister, said that it was a short circuit. But now we have the report of the Forensic Department of the Government of Kerala, which says that the Forensics Laboratory very categorically says that it was not caused due to short circuit. This indicates that there was a deliberate effort on the part of somebody to destroy the evidence. The CCTV visuals, both of the Chief Minister's residence as well as the State Secretariat, that was found to be lost.
And now the latest thing, there as the agreement which I mentioned to you, consulate and the builder. Against that, the CBI charged the builder as well as the agency which entered into an agreement. And Kerala government goes to the court against CBI inquiry. The same government which welcomed, which demanded the government of India to institute an inquiry, they are now going to the court saying that the agency doesn't have the authority to investigate. Up to the principal secretary, but it goes beyond also. One more suspicion that has come up, one more question that is being raised is, normally in every government in the various states, the principal secretaries to the chief minister, they hold the charge of that office only. They don't hold an additional charge of a particular department in the government. That is the general principle. But here, the principal secretary holds the charge of the electronics and IT department of the government of Kerala, and it is a well-known fact that chief minister has some relatives who are in the field of IT and electronics against whom there have been allegations. So the chief minister's confidence in the principal secretary, his close links with the principal secretary is beyond doubt. And when a principal secretary has been accused of supporting or in a way aligning with those who have been accused of gold smuggling, and that principal secretary has been suspended, even though the chief minister for the first days, 10 days the chief minister refused to do so, after that he had to do. Now the moral authority of the chief minister is lost. So the BJP has been demanding, the people of Kerala has been demanding that the chief minister should resign, owning the moral responsibility of the whole incident that has happened. So this is the scenario, this is the situation regarding the gold smuggling, which I would like to explain to you. Thank you, Mr. Minister. Thank you, Muralidharanji. And very soon, the Minister would be taking questions in this regards as well. But before that, मुझे एक बहुत महत्वपूर्ण विषय को आपके सामने रखना है। बंधुगण, आप जानते हैं कि अक्टूबर के 28 से बिहार में चुनाव आरंभ हो रहा है। പി മുരളീധരൻ വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള വിമർശനങ്ങളാണ് വാർത്താസമ്മേളനത്തിലുടനീളം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി അടിക്കടി നിലപാട് മാറ്റുന്നു, സ്വർണ്ണക്കടത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. സ്വപ്നയെ പലതവണ കണ്ടു എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്ന സാഹചര്യം വരെ എത്തി. തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന ആരോപണങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നു. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന്റെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു. ബിജെപി ആസ്ഥാനത്ത് വി മുരളീധരൻ വാർത്താസമ്മേളനം നടത്തി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ദേശീയ തലത്തിലേക്ക് ഈ വിഷയങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം കൂടിയാണ് ഇതിന്റെ പിന്നിലെന്നാണ് കരുതുന്നത്. ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി വീണ്ടും ധൂർത്ത്. വിജിലൻസ് ഓഫീസുകൾ മോടി പിടിപ്പിക്കാൻ 70 ലക്ഷം രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. കർശന ചെലവ് ചുരുക്കൽ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മാസം 16-ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ. വനിതാ കമ്മീഷന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിൽ ഇന്റീരിയർ എയർ വർക്കിന് മാത്രം 75 ലക്ഷം രൂപ. ഓഫീസിന്റെ ഉൾവശം മോടി പിടിപ്പിക്കാൻ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് 1,10 ലക്ഷം രൂപ. വനിതാ കമ്മീഷന്റെ പുതിയ ആസ്ഥാന മന്ദിരം തമ്പാനൂർ KSRTC ടെർമിനലിന്റെ 7ാം നിലയിൽ. കാർത്തിക്കിന്റെ തീരുമാനം അത്ഭുതപ്പെടുത്തിയെന്ന കൊൽക്കത്ത മാനേജ്മെന്റ് തീരുമാനത്തെ ബഹുമാനിക്കുന്നു. 2019 ഇംഗ്ലണ്ടിന് ഏകദിന ലോകകപ്പ് നേടിക്കൊടുത്ത നായകനാണ് ഓയൻ മോർഗൻ.
ശബരിമല വിമാനത്താവളത്തിനായി ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി. ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്നതിനാൽ നഷ്ടപരിഹാര തുക കോടതിയിൽ കെട്ടിവെച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിക്കാനായിരുന്നു സർക്കാർ തീരുമാനം. സർക്കാർ ഉത്തരവ് ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിച്ചല്ലെന്നും കോടതി. മാവോയിസ്റ്റ് നേതാവ് രൂപേഷുമായി ബന്ധപ്പെട്ട വിടുതൽ ഹർജികളിൽ കീഴ്ക്കോടതികൾ തീരുമാനമെടുക്കുന്നതിന് സുപ്രീംകോടതിയുടെ വിലക്ക്. സ്റ്റേ രൂപേഷിനെതിരെയുള്ള കേസുകൾ റദ്ദാക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ സർക്കാരിന്റെ ഹർജിയിൽ അന്തിമ തീർപ്പാകും വരെ ഹൈക്കോടതിയും വിചാരണ കോടതികളും തീരുമാനമെടുക്കരുതെന്ന് കോടതി. തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. 10 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് മാത്രം ദർശനം. ഒരു ദിവസം പ്രവേശനം അനുവദിക്കുക. 250 ഭക്തർക്ക്. ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം. ഭക്തർ സാനിറ്റൈസർ, മാസ്ക്, കയ്യുറകൾ എന്നിവ കരുതണം. കൂട്ടം ചേർന്ന് സഞ്ചരിക്കാൻ പാടില്ല. പമ്പയിൽ കുളിക്കാൻ അനുവദിക്കില്ല. ഇവിടെ പ്രത്യേക ഷവറുകൾ സജ്ജം. കാസർഗോഡ് ടാറ്റ ഗ്രൂപ്പ് നിർമ്മിച്ചു നൽകിയ കോവിഡ് ആശുപത്രിയുടെ പ്രവർത്തനം അനിശ്ചിതത്വത്തിൽ. ജീവനക്കാരെ താൽക്കാലികമായോ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലോ നിയമിക്കണമെന്ന സർക്കാർ ഉത്തരവിൽ ഇനിയും തീരുമാനമായില്ല. ആഴ്ചകൾ പിന്നിട്ടിട്ടും ആശുപത്രി പ്രവർത്തന സജ്ജമായില്ല. ടാറ്റ ആശുപത്രിക്ക് വേണ്ടത് RMO ഉൾപ്പെടെ 39 ഡോക്ടർമാരുടെ സേവനം. ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യവകുപ്പിന് നൽകിയ റിപ്പോർട്ടിനും മറുപടിയില്ല. ജില്ലയിൽ രോഗികളുടെ എണ്ണം ദിവസവും കൂടുമ്പോഴും നോക്കുകുത്തിയായി സംസ്ഥാനത്തെ ആദ്യ കോവിഡ് ആശുപത്രി. നെല്ല് സംഭരണ ചുമതല ഏൽപ്പിച്ച ഒരാഴ്ച കഴിഞ്ഞിട്ടും നടപടിയില്ലാതെ സഹകരണ സംഘങ്ങൾ. കൊയ്തെടുത്ത നെല്ല് സൂക്ഷിക്കാൻ ഇടമില്ലാത്തത് പ്രതിസന്ധി. നെല്ല് സംഭരണം തുടങ്ങാത്തതിൽ കർഷകർ ദുരിതത്തിൽ. മഴ നനഞ്ഞ് നെല്ല് മുളച്ചു തുടങ്ങിയതും കർഷകർക്ക് വൻ നഷ്ടമുണ്ടാക്കുന്നു. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തം. ഉത്തർപ്രദേശിലെ ഹാഥ്രസിൽ കൂട്ടബലാത്സംഗത്തിനിരയായി പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ UP പോലീസിന്റെ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പൂർത്തിയായി. റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും. അന്വേഷണം പൂർത്തിയാക്കിയത് UP സർക്കാർ നിയോഗിച്ച 3-അംഗ സംഘം. സംഭവത്തിൽ CBI അന്വേഷണം നടക്കുന്നതിനാൽ കൂടുതൽ നടപടി ഉണ്ടായേക്കില്ല. തെലങ്കാനയിലും മഹാരാഷ്ട്രയിലും കനത്ത മഴയും വെള്ളപ്പൊക്കവും. 2 സംസ്ഥാനങ്ങളിലുമായി 77 പേർ മരിച്ചതായി റിപ്പോർട്ട്. തെലങ്കാനയിൽ 50 മരണം. നടിയെ ആക്രമിച്ച കേസിൽ നിർണായക വഴിത്തിരിവ്. പ്രത്യേക കോടതി ജഡ്ജിക്കെതിരെ പ്രോസിക്യൂഷൻ രംഗത്ത്. ജഡ്ജിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നില്ല എന്ന് കാണിച്ച പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കും. ഇന്നത്തെ നടപടികൾ അവസാനിപ്പിച്ച കോടതി. ഇടവേള ബാബുവിന്റെ പരാമർശത്തിൽ മോഹൻലാലിന് അതൃപ്തി. വിവാദം അനവസരത്തിലെന്ന് അമ്മ എക്സിക്യൂട്ടീവിൽ അഭിപ്രായം. ഇടവേള ബാബുവിനോട് വിശദീകരണം ചോദിക്കാൻ ആലോചന. അനാവശ്യ വിവാദത്തിന് ഇടവേള ബാബു അവസരമൊരുക്കിയെന്ന് ഒരു വിഭാഗം. വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാലും അമ്മ ഭാരവാഹികൾ ചർച്ചയ്ക്കോ പ്രതികരണത്തിനോ തയ്യാറാകുന്നില്ല എന്ന രേവതിയുടെയും പത്മപ്രിയയുടെയും വിമർശനവും നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നു. ഇടവേള ബാബുവിന്റെ പരാമർശം വ്യക്തിപരമാണെന്നും സംഘടനയുടേതല്ലെന്നും ചൂണ്ടിക്കാട്ടി ഒരു പരസ്യ പ്രതികരണത്തിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്ന് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേരളത്തിലേക്ക് കേന്ദ്ര സംഘം എത്തും. ആരോഗ്യ വിദഗ്ധർ സന്ദർശനം നടത്തുക. രോഗവ്യാപന തോത് കൂടിയ കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിൽ. തുടർച്ചയായ 13-ാം ദിവസവും രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കുറവ്. പ്രതിദിന മരണനിരക്കും 1000-ൽ താഴെ. നിലവിൽ 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് 1,00,000-ൽ കൂടുതൽ രോഗികൾ ചികിത്സയിലുള്ളതെന്ന് ആരോഗ്യ മന്ത്രാലയം. 14 സംസ്ഥാനങ്ങളിൽ 5000-ൽ താഴെ മാത്രം രോഗികൾ. കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത് 63,371 പേർക്ക്. 24 മണിക്കൂറിനിടെ 895 മരണം. IPL-ൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. മത്സരം രാത്രി 7:30 മുതൽ അബുദാബിയിൽ. കൊൽക്കത്തയ്ക്ക് മത്സരം നിർണായകം. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം